ഹലോ മൈ ഡിയർ ഫുഡീസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് അടപ്പായസമോ അല്ലെങ്കിൽ ചോറും കൊണ്ടുണ്ടാക്കിയ റൈസും കൊണ്ടുണ്ടാക്കിയ പായസം ഒന്നുമല്ല, ഇത് ഗോതമ്പ് പായസം. നല്ല സൂപ്പർ ടേസ്റ്റ്, അടിപൊളി ഇതിൻ്റെ ഫ്ലേവർ ആട്ടോ. എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പ് ഒരു 6 hours വേണ്ടി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഓവർനൈറ്റ് സോക്ക് ചെയ്താലും മതി. എന്നിട്ട് നമുക്കിതിനെ ഇനി പ്രഷർ കുക്ക് ചെയ്യാം. പക്ഷേ ഇതിന് കുറച്ച് സമയം എടുക്കും. അപ്പോൾ കുറച്ച് നല്ല ഏറെ വെള്ളം ഒഴിച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ നമുക്ക് 1-2 വിസിൽ കൊടുത്തിട്ട് പിന്നെ അതിനെ ലോ ഫ്ലെയിമിൽ ഒരു 35-45 മിനിറ്റ്സ് കുക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഈ പായസം ഉണ്ടാക്കുന്നത് തേങ്ങാപ്പാലില്ല. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു 1.5 തേങ്ങ എടുത്തിട്ടുണ്ട്. അതിനെ നല്ല പോലെ ഇതിന് നമുക്ക് 1-ാം പാൽ 2-ാം പാലായിട്ട് ഇങ്ങനെ രണ്ടായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല, ഒന്നിച്ച് തന്നെ എല്ലാം കൂടെ എടുക്കുക. അപ്പോൾ ഇതിനെ ഞാൻ ആദ്യം 1 കപ്പ് വെള്ളം ഒഴിച്ച് ഗ്രൈൻഡ് ചെയ്തിട്ട് നല്ലപോലെ അതിൻ്റെ പാലെടുത്ത് പിന്നെ വീണ്ടും ആ കോക്കനട്ടിനെ വീണ്ടും ഒന്നുകൂടെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഞാൻ അതിനെ ഗ്രൈൻഡ് ചെയ്തിട്ട് നല്ലപോലെ ഇതിൻ്റെ പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻ കേസ് നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കി കുറച്ചങ്ങോട്ട് ലാസ്റ്റ് സ്റ്റേജൊക്കെ ആകുമ്പം പായസത്തിന് തിക്നെസ് കൂടിയിട്ടുണ്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തേങ്ങാപ്പാൽ ഇല്ലെങ്കിൽ നമുക്ക് ഫ്രഷ് മിൽക്ക് ഇട്ടാലും കുഴപ്പമില്ല, അധികം ടേസ്റ്റ് വ്യത്യാസം വരത്തില്ല. പക്ഷേ തേങ്ങാപ്പാൽ ഫുള്ളാണെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ്, ആ ഒരു ഡിഫറെൻറ്റ് ഫ്ലേവറാണ് ഇതിന്. അപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഞാനിത് തുറന്ന് നോക്കിയപ്പോൾ ഗോതമ്പൊക്കെ വെന്തിട്ടുണ്ട്, എന്നാലും അത്ര മഷിയായിട്ടില്ല. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഒന്നുകൂടെ ഒരു 45 മിനിറ്റ്സ്, ടോട്ടൽ 45 മിനിറ്റ്സ് ഞാനിത് കുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ സ്റ്റേജിൽ നല്ലപോലെ അത് കുക്കായി. അപ്പോൾ നല്ലപോലെ ഞാനതിന് മാഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കുക്കിംഗ് പ്രോസസ്സിലേക്ക് തുടങ്ങാം. അപ്പോൾ ഞാനൊരു വലിയ പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഒരു കാർഡമം സ്റ്റിക്ക് 2-3 കാർഡമം അല്ല, സിനമൺ സ്റ്റിക്ക് 2-3 ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുത്തിട്ട് ഈ ഗോതമ്പ് കുക്ക് ചെയ്തത് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് അതേ സ്റ്റേജിൽ തന്നെ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഫുൾ 1-ാം പാൽ 2-ാം പാലായിട്ട് അങ്ങനെ മാറ്റിയിട്ടില്ല, എല്ലാം കൂടെ ഒന്നിച്ച് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിന് മധുരത്തിന് വേണ്ടി ഞാനിവിടെ ഒരു 250 ഗ്രാം ജാഗറി എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുഗർ ആഡ് ചെയ്യാം. അപ്പോൾ അത് എടുത്തിട്ട് അതിനെ മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ഫ്ലേവറിന് വേണ്ടി ആ ഒരു സ്മെല്ലിന് വേണ്ടി കുറച്ച് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് അത് കഴിഞ്ഞിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 15-20 മിനിറ്റ്സ് നല്ലപോലെ കുക്ക് ചെയ്യണം. അപ്പോൾ ആദ്യം ഇത് ഒരു ബോയിൽ വരാൻ കൊടുക്കണം. ബോയിൽ വന്ന് കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ്സ് നമ്മളിതിനെ കുക്ക് ചെയ്യും. അപ്പോൾ അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ പിന്നെ നമുക്ക് ഇതിനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്പൂണും കൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് അടി പിടിക്കുകയും ചെയ്യും. പിന്നെ അതിൻ്റെ ഒരു ലംസ്, ഈ ഗോതമ്പിൻ്റെ ലംസ് ഇങ്ങനെ ഫോം ആവും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇടാം. ഞാനിതിനകത്ത് ബദാം മാത്രമേ ഇട്ടിട്ടുള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ കാഷ്യൂ നട്ട്സും കിസ്മിസൊക്കെ ഇടാം. അപ്പോൾ ഇതിനെ ഓൾമോസ്റ്റ് ഇതിനിപ്പോൾ ഒരു ബോയിൽ വരാനാവുന്നുണ്ട്. അപ്പോൾ ബോയിൽ വന്നു കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ്സ് ഇതിനെ നല്ലപോലെ കുക്ക് ചെയ്യണം. അപ്പോൾ ആ സ്റ്റേജിൽ നമുക്ക് മനസ്സിലാവും നമുക്ക് ഇതിൻ്റെ തിക്നെസ് കൂട്ടണോ അല്ലെങ്കിൽ ഇതിനെ ഇനി കുറച്ചും കൂടെ കുക്ക് ചെയ്ത് തിക്നെസ് കുറയ്ക്കണോ എന്ന്. ഇൻ കേസ് തിക്കായിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഫ്രഷ് മിൽക്ക് ഒഴിച്ചു കൊടുത്താൽ മതി, അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കിട്ടും. പിന്നെ ഇത് എത്ര ഇരിക്കുന്നു അത്രയും അത് തിക്നെസ് കൂടും അതിൻ്റെ. ഞാൻ ഇതിനകത്ത് കുറച്ച് സാഫ്രനും ഇട്ടെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് പായസം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒന്ന് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം വേഗം ഒരു സൂപ്പർ റെസിപ്പി ആയിട്ട്. താങ്ക് യു, ബൈ.